എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 34-ാം വാക്യം. ഇരമ്യാവ് 25-34. ഇടയന്മാരെ, മുറയിട്ട് നിലവിളിപ്പിൻ. ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ, വെണ്ണീരിൽ കിടന്നുരുളുവിൻ. നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉടച്ചു കളയും. നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മുഖപക്ഷമില്ലാതെ ദൈവം തൻ്റെ നീതി നിറവേറ്റുന്നു എന്നാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന് വിരോധമായി കലഹിക്കുകയും നിരൂപിക്കുകയും കൂടിയാലോചിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ ന്യായം വിധിച്ച് ഉടച്ചു കളയുന്നതായി ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു. ചരിത്രത്തിലുടനീളവും ദൈവവചനത്തിലൂടെയും നമ്മൾ പരതി നോക്കിയാൽ ഒരിക്കലും പുനരുദ്ധരിക്കാൻ കഴിയാത്ത തരത്തിൽ തകർന്നുപോയ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല എന്ന് വലിയവനായ ദൈവം തന്നെ പറയുന്നതായി നമ്മൾ വായിക്കുന്നു. വലിയവനായ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവിടുന്ന് ജീവിതങ്ങളെ ന്യായം വിധിക്കുന്നതിന് മുൻപ് മനം തിരിഞ്ഞ് നല്ലതായി വരുവാൻ ഒരു അവസരം എല്ലാവർക്കും നൽകുന്നുണ്ട്. ഒരിക്കലും വിധേയപ്പെടാത്ത ജീവിതങ്ങളെ ഉടച്ചു കളയാനും ദൈവം മടിക്കില്ല. അവഗണനയുടെയും ശത്രുതയുടെയും മധ്യേ തനിയെ ഉടഞ്ഞ പാത്രങ്ങളെക്കുറിച്ച് വായിക്കുന്നു. 31-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ വിലാപം അറിയിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ചുറ്റുപാടും ശത്രുക്കളാലും വിരോധികളാലും മൂടപ്പെട്ട അവസ്ഥയിൽ ബലം ക്ഷയിച്ചും ധൈര്യം ചോർന്നും ആശ്വാസം ഒന്നിൽ നിന്നും പ്രാപിക്കാനുമില്ലാത്ത അവസ്ഥയിൽ നീറുന്ന തകർച്ചയുടെ ചിത്രമാണ് കാണുന്നത്. എങ്കിലും തകർന്ന പാത്രം പോലെ, പല കഷ്ണങ്ങളായി നുറുക്കപ്പെട്ട പാത്രം പോലെ ആയിരിക്കുമ്പോഴും തനിക്ക് പ്രത്യാശിക്കാൻ ധാരാളമുണ്ട് എന്നും തിരിച്ചറിയുന്നു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്ന് 31-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഇപ്പോൾ ദൈവം ഉടച്ച് വാർക്കുന്ന ദൈവമാണ്. മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവം. ചീത്തയായി പോയ പാത്രത്തെക്കുറിച്ചും ഇരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ വായിക്കുന്നു. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. ഇരമ്യാവ് 18-4. നല്ലതെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് കുശവൻ മണ്ണ് തിരഞ്ഞെടുത്തതും കുഴിച്ചെടുത്തതും. ആ മണ്ണിനെ അതിൻ്റെതായ പരിപാലനത്തിലൂടെ എല്ലാം കടത്തിവിട്ടതും വളരെ പ്രതീക്ഷയോട് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു മനോഭാവമോ രീതിയോ അല്ല കുശവൻ മണ്ണിൽ കണ്ടത്. കുശവനുമായി സഹകരിക്കാത്തത് കൊണ്ട് ഉദ്ദേശിച്ചതുപോലെ പൂർണ്ണതയുള്ള ഒരു പാത്രമായി രൂപപ്പെടാൻ അതിന് ഭാഗ്യമുണ്ടായില്ല. എങ്കിലും തൻ്റെ അധ്വാനം പാഴാക്കാൻ ഇടയാകാതെ വണ്ണം കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ ഒരു പാത്രമാക്കി തീർത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കരുണയുള്ള സൃഷ്ടാവുമായി സഹകരിക്കുന്നത് എത്ര നല്ലതാണ് എന്ന് കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ കുഴയ്ക്കുന്നതും സമ്മർദ്ദം പ്രയോഗിക്കുന്നതും ചക്രത്തിന്മേൽ വെച്ച് ഉരുട്ടുന്നതുമായ അവസ്ഥയിൽ ആ ദൈവവുമായി പൂർണ്ണമായി സഹകരിക്കുക, വഴങ്ങിക്കൊടുക്കുക. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണതയുള്ള ഒരു പാത്രമായി നമ്മൾ തീരണം. മറിച്ച് സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നഷ്ടവും കഷ്ടവും നമുക്ക് തന്നെയാണ്. കരുണയുള്ള കർത്താവ് എറിഞ്ഞു കളയാതെ എത്രത്തോളം നമ്മൾ വിധേയപ്പെടുവോ അത്രത്തോളം നമ്മെ ഉപയോഗിപ്പാൻ നല്ല പാത്രമായി മെനഞ്ഞെടുക്കും.
അതുകൊണ്ട് ചില ഉടയ്ക്കപ്പെടലുകൾ മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വേദിയാണ്. കുശവന്റെ മനസ്സിലൊരു രൂപമുണ്ട്. ആ രൂപത്തിനനുസൃതമായി കുശവൻ നമ്മെ മെനഞ്ഞെടുക്കും. ദൈവകരങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ള രൂപമായി, നല്ല പാത്രമായി രൂപപ്പെടാൻ നമ്മെ വിധേയപ്പെടുത്താം. അതിൽ നൊമ്പരങ്ങൾ ഉണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടാവാം, കണ്ണീരുണ്ടാവാം. എങ്കിലും ആത്യന്തികമായി നല്ല മനോഹരമായ ഒരു പാത്രമായി തീരാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറ്റമില്ലാത്ത അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇടറിപ്പോകാൻ അവിടുന്ന് സമ്മതിക്കാത്ത ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളെ രൂപപ്പെടുത്തണമേ, ആലോചന നൽകണമേ. സകല ആവശ്യങ്ങളെയും ദൈവമുൻപാകെ സമർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, നന്മയുടെ പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് കടത്തിവിടണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.